നമസ്കാരം, ന്യൂസ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi Electronics and Home Appliances. Flexi, life easy. UDF-ലെ ചതിപ്രയോഗം തുറന്നു പറഞ്ഞ KM മാണി. കെട്ടിപ്പുണരുകയും കുതികാൽ വെട്ടുകയും ചെയ്യുന്നവരാണ് രാഷ്ട്രീയത്തിൽ അധികവും. നമ്പാൻ കൊള്ളുന്നത് കുഞ്ഞാലിക്കുട്ടിയെ മാത്രം. രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കഴിയില്ല. അവരിങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് പുണരുകയും അതേ സമയത്ത് കുതികാല് കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഓപ്പണായി പറയാം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമ്പാൻ കൊള്ളുന്നൊരു നേരം. SP സുകേശിനെതിരായ അന്വേഷണം പോലീസിന്റെ ആത്മവീര്യം തകർക്കുമെന്ന് DGP ജേക്കബ് തോമസ്. അഴിമതി സർക്കാരിനെ അനുകൂലിച്ച് ആന്റണി എത്തിയത് പരിഹാസ്യമെന്ന് പിണറായി വിജയൻ. പ്രസ്താവന ജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നത്. സ്വപ്നലോകത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പ്രവചിക്കാനുള്ള ആന്റണിയുടെ കഴിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പോലീസ് അസോസിയേഷനെതിരായ സരിതയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന് ഭാരവാഹികൾ. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ISI. പാക് ചാര സംഘടന പണവും സഹായവും നൽകിയെന്ന് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ മൊഴി. ഹെഡ്ലി നാളെ മുംബൈ പ്രത്യേക കോടതിയിൽ മൊഴി നൽകും. വിസ്താരം വീഡിയോ കോൺഫറൻസിംഗ് വഴി. ചങ്ങനാശ്ശേരി കുറിച്ചിയിൽ കിണർ വൃത്തിയാക്കാനിറങ്ങിയ 3 പേർ ശ്വാസം മുട്ടി മരിച്ചു. മരിച്ചത് കുറിച്ചി സ്വദേശിയും ബംഗാളുകാരായ 2 തൊഴിലാളികളും. മോട്ടോറിൽ നിന്നുള്ള പുക ശ്വസിച്ചത് മരണകാരണം. മെഡിക്കൽ പ്രവേശനത്തിന് ഇനി ഒരു എൻട്രൻസ് മാത്രം. മെഡിക്കൽ കൗൺസിൽ ശുപാർശ കേന്ദ്രം അംഗീകരിച്ചു. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കും ബാധകം. അന്താരാഷ്ട്ര എതിർപ്പ് മറികടന്ന് ഉത്തര കൊറിയ ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തി. അപലപിച്ച് അമേരിക്കയും ദക്ഷിണ കൊറിയയും. ഐക്യരാഷ്ട്രസഭാ ചട്ടങ്ങളുടെ ലംഘനമെന്ന് ജപ്പാൻ. നടന്നത് ഉപഗ്രഹ വിക്ഷേപമെന്ന് ഉത്തര കൊറിയ. സാഫ് ഗെയിംസിൽ സ്വർണം നീന്തിയെടുത്ത സജിൻ പ്രകാശ്. നേട്ടം 1500 മീറ്റർ ഫ്രീ സ്റ്റൈൽ. The time that he clocked in the morning with shot, but still he wins convincingly. 19 സ്വർണം സ്വന്തമാക്കി ഇന്ത്യൻ കുതിപ്പ്. രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കഴിയില്ലെന്ന് കേരള കോൺഗ്രസ് നേതാവ് KM മാണി. കെട്ടിപ്പുണരുകയും കുതികാൽ വെട്ടുകയും ചെയ്യുന്നവരാണ് അധികമെന്ന് മാണി പറഞ്ഞു. കോട്ടയത്ത് കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന കേരള യാത്രയിൽ സംസാരിക്കുകയായിരുന്നു മാണി. KM മാണിക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥനും ബാർ ഉടമകളും ഗൂഢാലോചന നടത്തിയത് അതീവ ഗൗരവതരമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി കോട്ടയത്ത് പറഞ്ഞു. UDF രാഷ്ട്രീയം കലുഷിതമായി തുടരുന്നതിനിടയിലാണ് KM മാണിയുടെ ഒളിയമ്പ്. കൂടെ നിന്ന് കെട്ടിപ്പുണരുകയും കുതികാൽ വെട്ടുന്നവരുടെയും ഇടയിൽ വ്യത്യസ്തനാണ് കുഞ്ഞാലിക്കുട്ടിയെന്ന് KM മാണി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കഴിയില്ല. അവരിങ്ങനെ നമ്മളെ കെട്ടിപ്പിടിച്ച് പുണരുകയും അതേ സമയത്ത് കുതികാല് കൊണ്ട് ചവിട്ടുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ ഞാൻ ഓപ്പണായി പറയാം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ നമ്പാൻ കൊള്ളുന്നൊരു നേരം. കേരളത്തിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന നേതാവായ KM മാണിക്കെതിരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ചില ബാറുടമകളും ഗൂഢാലോചന നടത്തിയെന്നത് ഗൗരവതരമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ആ KM മാണിക്കെതിരായി അന്വേഷണം നിഷ്പക്ഷമായി നടന്നില്ല. യാതൊരു പോലീസ് ഓഫീസറും ബാറുകാരും കൂടി ഗൂഢാലോചന നടത്തി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. SP സുകേശനും ചില ബാറുടമകളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിവെച്ചതിൽ കേരള കോൺഗ്രസിനിടയിൽ കടുത്ത അമർഷമുണ്ട്. റിപ്പോർട്ട് ലഭിച്ചപ്പോൾ തന്നെ നടപടിയെടുത്തിരുന്നുവെങ്കിൽ KM മാണിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരില്ല എന്നായിരുന്നു കേരള കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. ഇതിലുള്ള അമർഷമാണ് KM മാണി പ്രസ്താവനയിലൂടെ പറയാതെ പറഞ്ഞത്. റിപ്പോർട്ടർ, കോട്ടയം. സർക്കാരിനെതിരെ തുറന്നടിച്ച് വീണ്ടും DGP ജേക്കബ് തോമസ്. സുകേശിനെതിരായ അന്വേഷണം പോലീസിന്റെ ആത്മവീര്യം തകർക്കും. അന്വേഷണത്തിൽ പിഴവുണ്ടായാൽ നടപടിയെടുക്കേണ്ടത് കോടതിയാണ്. സംസ്ഥാനത്ത് 2 തരം നീതിയാണ് നടപ്പാക്കപ്പെടുന്നതെന്ന് ജേക്കബ് തോമസ് കൊച്ചിയിൽ പറഞ്ഞു. വിജിലൻസ് SP സുകേഷിനെതിരെ അന്വേഷണം ആരംഭിച്ച സർക്കാർ നടപടി വിവാദമാകുന്നതിനിടെയാണ് സർക്കാരിനെ വിമർശിച്ച് DGP ജേക്കബ് തോമസ് രംഗത്തെത്തിയത്. അന്വേഷണം പുരോഗമിക്കുന്ന കേസിൽ പിഴവുകളുണ്ടായാൽ നടപടിയെടുക്കേണ്ടത് കോടതിയെന്നാണ് ചട്ടങ്ങൾ അനുശാസിക്കുന്നത്. അന്വേഷണത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കോടതിയാണ്. കാരണം അവർ FIR രജിസ്റ്റർ കഴിഞ്ഞ് FIR ആദ്യം കോടതിക്ക് കൊടുക്കുന്നു. അതിനുശേഷം 154 തുടങ്ങി 173 വരെയുള്ള CRPC അനുസരിച്ചുള്ള നടപടിക്രമങ്ങളൊക്കെ കോടതിക്ക് വേണ്ടി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിലെ ഒരു ഘടകമായിട്ട് നിന്നുകൊണ്ട് കോടതിക്ക് വേണ്ടി നീതി നടപ്പാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടെങ്കിൽ അത് ആ റിപ്പോർട്ട് കോടതിക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കോ ഒക്കെ കോടതി ആണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഉദ്യോഗസ്ഥർക്കെതിരായ യുക്തിഹീനമായ അന്വേഷണം പോലീസിന്റെ ആത്മവീര്യം തകർക്കും. യുക്തിഹീനമായ നടപടികളും യുക്തിഹീനമായ അന്വേഷണങ്ങളും മൊറലിനെയും മോട്ടിവേഷനെയും
ഒക്കെ ബാധിക്കും. പോലീസുകാർക്ക് സംസ്ഥാനത്തിപ്പോൾ രണ്ട് നീതിയാണ് നിലവിലുള്ളതെന്നും തനിക്കെതിരായ ചീഫ് സെക്രട്ടറിയുടെ നടപടികൾക്കുള്ള മറുപടിയായി ജേക്കബ് തോമസ് പറഞ്ഞു. ചിലർക്ക് സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്, ചിലർക്ക് നൽകിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷപാതപരമായിട്ട് ഉള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ ആന്റണി രാജു, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ എ സജീവൻ, ഡോക്ടർ ടി എം തോമസ് ഐസക് എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ആന്റണി രാജു. കെ എം മാണി ഇന്നലെ പറഞ്ഞു ഗൂഢാലോചനയുടെ ചുരുൾ നിവരുകയാണ് എന്ന്. ഇന്ന് പറയുന്നു കെട്ടിപ്പുണരുമ്പോൾ തന്നെ കുതികാലിൽ ചവിട്ടുന്നവരുണ്ട് എന്ന്. ഇനിയും എന്തിനാണ് കേരളത്തോട് വരികൾക്കിടയിലൂടെ വായിക്കാൻ നിർബന്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസിന് കാര്യങ്ങൾ വൃത്തിയായി കൃത്യമായി നേരിട്ട് പറയാൻ ഇപ്പോഴും കഴിയാത്തത്? അല്ല, മാണി സാറിൻ്റെ ഇന്നത്തെ പ്രസ്താവനയെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. വരികൾക്കിടയിലൂടെ അതിനെ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ അതിനെ നിഷേധിക്കാൻ ഞങ്ങൾ തയ്യാറാകില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മാണി സാറിൻ്റെ പ്രസ്താവന തീർച്ചയായിട്ടും രാഷ്ട്രീയമായി വളരെയേറെ ഗൗരവമുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം തുറന്നു പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, ഒരു മുന്നണി നിൽക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക് മുന്നണി മര്യാദ പാലിക്കേണ്ട ബാധ്യത കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു പരിധിക്കപ്പുറം പറയുന്നത് ഞങ്ങളുടെ മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ശ്രീ ആന്റണി രാജു, കാര്യങ്ങൾ വ്യക്തമാണ്. നിങ്ങൾക്ക് മുന്നണിയിലുള്ള ഏറ്റവും പ്രമുഖ കക്ഷിയോടാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം എന്നുള്ളത്. അതായത് ഇക്കാര്യത്തിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ നിങ്ങളുടെ പാർട്ടി തന്നെ ഒരു സമിതിയെ വെച്ചിരുന്നു. താങ്കളാണ് ആ സമിതിയിൽ ഉണ്ടായിരുന്ന ആൾ. അതുകൊണ്ട് ഗൂഢാലോചന എന്ന് ആവർത്തിക്കുന്നതിനപ്പുറം എന്താണ് ആ ഗൂഢാലോചന എന്ന് പറയേണ്ട ബാധ്യതയും ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി എന്താണ് പേടിക്കുന്നത്? എന്താണ് തടസ്സം? അല്ല, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 31 രാത്രി ശ്രീ ബിജു രമേശ് ഈ ആരോപണം ഉന്നയിച്ചതിൻ്റെ അന്ന് തന്നെയാണ് മാണി സാർ ഇറക്കിയ പ്രസ്താവനയിലും ഞങ്ങൾ നടത്തിയ പ്രതികരണങ്ങളിലുമെല്ലാം ഞങ്ങൾ വ്യക്തമായിരുന്നൊരു സംഗതിയുണ്ട്, ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ആ ഞങ്ങൾ ആരോപിച്ച ഗൂഢാലോചന എന്ന് പറയുന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്നുള്ള കാര്യത്തിൽ ഈ ഭൂലോകത്തുള്ള ആർക്കും സംശയമുണ്ടെന്ന് ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണ കമ്മീഷൻ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു, പഠിച്ചു, ചില നിഗമനങ്ങളിലെത്തി. ആ നിഗമനങ്ങൾ മാണി സാറിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് എപ്പോൾ പുറത്തുവിടണം, എങ്ങനെ പുറത്തുവിടണം എന്നുള്ള തീരുമാനിക്കേണ്ടത് മാണി സാറിന്. അതൊക്കെ ഓരോ പാർട്ടിക്കുമുള്ള അവകാശമാണ്. അതിനപ്പുറത്തേക്കൊരു പാർട്ടിയെ നിർബന്ധിക്കാൻ നിങ്ങൾ ഇന്ന ദിവസം പുറത്തുവിടണം അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്ന് ചോദിക്കാം. പക്ഷേ എങ്കിലും ആ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആ അവകാശം തീർച്ചയായിട്ടും ഞങ്ങളുടെ പാർട്ടിയുടെ അവകാശത്തിൽപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൂടി നമ്മൾക്കറിയാം. പല രാഷ്ട്രീയ പാർട്ടികൾക്കും പല ഇന്റേണൽ റിപ്പോർട്ടുകളും ഇതുവരെ ഞങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിയ പല റിപ്പോർട്ടുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ഞങ്ങൾ ഇക്കാര്യത്തിലുള്ള നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആ നിഗമനം മാണി സാറിന്റെ റിപ്പോർട്ടായിട്ട് എത്തിച്ചിട്ടുണ്ട്. ശരി, അതാണ് താങ്കൾ വിശദീകരിക്കുന്നത്. തുടരുക ശ്രീ ആന്റണി രാജു. ശ്രീ ഡീൻ കുര്യാക്കോസ്, കൂടെ നിൽക്കുന്നവർ ചിലർ കുതികാലിൽ ചവിട്ടുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ അല്ല. കെ മാണി ഉദ്ദേശിക്കുന്നത് UDF-ന് ഉള്ളിലുള്ളവരെയാണ്. വ്യക്തമായും അത് കോൺഗ്രസിനെയാണ് എന്ന് പറയാൻ സാധിക്കും. മുന്നണി മര്യാദയുടെ പേരിലാണ് കൂടുതൽ വിശദമായി സംസാരിക്കാൻ കഴിയാത്തത് എന്ന് ആന്റണി രാജു വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് KM മാണിയെ പെടുത്താൻ കൂട്ടുനിന്നത് എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഉത്തരം പറയേണ്ടതല്ലേ? അല്ല, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട KM മാണി സാറ് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ മാത്രമാണ് ഞാൻ കാണുന്നത്. ഏതായാലും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖമായ ഒരു കക്ഷി, അതാണ് കേരള കോൺഗ്രസ് എം. ഏറ്റവും പ്രമുഖനായ നേതാവാണ് KM മാണി സാർ. ഐക്യജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അത് ആ തരത്തിൽ തന്നെ സംസാരിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ മുന്നണിയിലുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഈ പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏതവസ്ഥയിലാണ് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്നതിനെ കുറിച്ച് എൻ്റെ മുൻപിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ആളല്ല. മാത്രവുമല്ല, ഞാൻ ഐക്യമുന്നണിയുടെ ഏറ്റവും പ്രമുഖമായ ആ ഒരു തലത്തിലുള്ള ഒരു നേതാവുമല്ല. അപ്പോൾ ആ ഒരു നിലയിൽ എനിക്ക് അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാനാവില്ല.
മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇവിടെ ബഹുമാനായ ശ്രീ ആന്റണി രാജു സൂചിപ്പിച്ച കാര്യം വളരെ കൃത്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഏതായാലും രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മൂല്യാധിഷ്ഠിതമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു നേതാവിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യങ്ങളും അവശേഷിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ശ്രീ ആന്റണി രാജു, SP സുകേശനെതിരെ ജോസഫ് എം പുതുശ്ശേരി മെയ് മാസം 29-ാം തീയതിയാണ് പരാതി നൽകുന്നത്. അക്കാര്യം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ADGP അനന്തകൃഷ്ണൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് സുകേശന് പ്രതികൂലമായിരുന്നു. ഇതു സംബന്ധിച്ച് ഇന്നലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ സുകേശന് വിജിലൻസ് ഡയറക്ടർ താക്കീത് നൽകിയിട്ടുണ്ട് എന്നാണ്. ഇങ്ങനെയൊരു റിപ്പോർട്ടുള്ള കാര്യം, അതിൽ പ്രതികൂല പരാമർശമുള്ള കാര്യം, ഇങ്ങനെയൊരു താക്കീത് സുകേശന് കിട്ടിയ കാര്യം നിങ്ങൾക്കറിയാമായിരുന്നോ ഇന്നലെ വരെ? മെയ് 29-നും ജൂൺ 26-ാം തീയതിയും 2 പരാതികളാണ് കേരള കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന് നൽകിയിരുന്നത്. അന്ന് പക്ഷേ ആ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതി നൽകിയപ്പോൾ പല പ്രതികരണങ്ങളും വന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആ ആരോപണത്തിന് അല്ലെങ്കിൽ ആ ആക്ഷേപത്തിന് പരാതിക്ക് യാതൊരു ന്യായീകരണവും ഇല്ല എന്നുള്ള മറ്റുള്ള പ്രതികരണങ്ങൾ പലരുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഞങ്ങൾ ഉന്നയിച്ച സംശയങ്ങൾ, ഞങ്ങളുടെ ആരോപണങ്ങൾ, ഞങ്ങളുടെ നിഗമനങ്ങൾ ശരിവയ്ക്കുന്നതായിരുന്നുവെന്ന് ഒക്ടോബർ 1-ാം തീയതി ആഭ്യന്തര വകുപ്പിന് കിട്ടിയ റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമായിരിക്കുന്നുവെന്ന് ആഭ്യന്തര വകുപ്പ് പരസ്യമായി വ്യക്തമായിരിക്കുന്നു. മാത്രമല്ല, 1-ാം തീയതി ആ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷവും ഒക്ടോബർ 29-ാം തീയതി വരെ ജില്ലാ വിജിലൻസ് ജഡ്ജിയുടെ മുമ്പിൽ ഈ കേസ് വാദം നടക്കുമ്പോൾ പോലും ഒരു ഘട്ടത്തിലും ഇങ്ങനെ ഒരു ആരോപണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനുള്ളതുകൊണ്ട് തുടരന്വേഷണ ഉത്തരവിന് ഒക്ടോബർ 29-ാം തീയതി ഉത്തരവിട്ടപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ട് എന്നുള്ളത് ആ കോടതിയിൽ പോലും വെളിപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് കൂടുതൽ അതാണ്. അതിലേക്കാണ് ശ്രീ ആന്റണി രാജു വരേണ്ടത്. അപ്പോൾ കൂടുതൽ സ്പെസിഫിക് ആകണമല്ലോ. അതായത് ഈ കാര്യം അന്ന് നിങ്ങളുടെ സമക്ഷം അറിയാമായിരുന്നു എങ്കിൽ വിജിലൻസ് കോടതിയിൽ നിന്ന്, അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്ന് പ്രതികൂല പരാമർശങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമായി നിങ്ങളെ സംബന്ധിച്ച് ഉപയോഗിച്ച് നിൽക്കാമായിരുന്നു. KM മാണിയുടെ രാജിയും ഒഴിവാക്കാമായിരുന്നു. അങ്ങനെയല്ല സംഭവിച്ചത്. ഞാൻ അതുകൊണ്ട് വളരെ സ്പെസിഫിക് ആയി ചോദിക്കുന്നു, ഈ ഗൂഢാലോചനയുടെ ചുരുൾ അഴിയുന്നു എന്ന് പറയുമ്പോൾ ആഭ്യന്തര വകുപ്പാണോ ഗൂഢാലോചന നടത്തിയത്? അല്ല, അത് ഞങ്ങൾ മാണി സാർ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആഭ്യന്തര വകുപ്പാണെന്നൊന്നും മാണി സാർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾ ആദ്യം ഒക്ടോബർ 30-ാം തീയതി തുടങ്ങിയ അന്വേഷണം, ആ അന്വേഷണത്തിലേക്ക് ഞങ്ങളെ നയിച്ച സംഭവവികാസങ്ങൾ, ഞങ്ങളുടെ തെളിവുകൾ, ഞങ്ങളുടെ നിഗമനങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന ഈ ഉദ്യോഗസ്ഥ ബിജു രമേശും അന്വേഷണ ഉദ്യോഗസ്ഥനും തമ്മിൽ നടത്തിയ ഗൂഢാലോചനയെന്ന് വിജിലൻസ് ADGP തന്നെ റിപ്പോർട്ട് എഴുതിയതും ക്രൈംബ്രാഞ്ചിന്റെ DGP അത് ശരിവെക്കുന്നതുമൊക്കെ എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഇതിൽ ഞങ്ങളുടെ നിഗമനങ്ങളിൽ ചില നിങ്ങളുടെ നിഗമനങ്ങളെ സംബന്ധിച്ച് നേരിട്ട് പറയൂ ശ്രീ ആന്റണി രാജു. ഇക്കാര്യത്തിൽ നേരിട്ട് ഒരു വ്യക്തത വരുത്തൂ. KM മാണിക്കെതിരെ ഒരു FIR ഇടുന്നു. അതിന് നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ച കാരണം ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കാരണം ഇങ്ങനെ ഒരു സാഹചര്യം അനിവാര്യമായതാണ്, അതല്ലാതെ വേറെ വഴിയില്ല എന്നാണ്. എന്നാൽ K ബാബുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. KM മാണിയുടെ കാര്യത്തിൽ അന്വേഷണം നടക്കുമ്പോൾ വളരെ സെലക്റ്റീവായ ചില ലീക്കുകൾ ഉണ്ടാകുന്നു, കേരളം മുഴുവൻ ചർച്ചയാകുന്നു. K ബാബുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഉണ്ടായത്. അതേപോലെ തന്നെയാണ് അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യവും. ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഇക്കാര്യവും. നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് ആർക്കെതിരെയാണ്? ആഭ്യന്തര വകുപ്പിനെതിരെ KM മാണി സാർ പറഞ്ഞില്ലല്ലോ എന്നുള്ളതല്ല അതിൻ്റെ ഉത്തരം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങളൊരു മുന്നണിക്കകത്ത് നിൽക്കുന്ന കക്ഷി എന്നുള്ള നിലയ്ക്ക്, ഞങ്ങളൊരു അച്ചടക്കമുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് വിളിച്ചു പറയാൻ കഴിയില്ല. ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി തലത്തിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും. റൈറ്റ്, തുടരുക ശ്രീ ആന്റണി രാജു. ശ്രീ A സജീവൻ, താങ്കൾക്ക് ആന്റണി രാജു പറയുന്നത് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഈ ബാർക്കോഴ ആരോപണം വന്നപ്പോൾ ഉയർന്ന കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ ഉപചാലകളിൽ ഉയർന്ന ഒരു പ്രശ്നം KM മാണി മുഖ്യമന്ത്രിയാകുന്നത് തടയാൻ ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിയിൽ രൂപം കൊണ്ട ഒന്നാണ് ഇത് എന്നായിരുന്നു. പക്ഷേ പിന്നീട് FIR ഇടുന്ന ഘട്ടം വരുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ KM മാണി തന്നെ ചില അനിഷ്ടങ്ങൾ പങ്കുവെക്കുന്നുണ്ട് വാക്കുകൾക്കിടയിലൂടെ. ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ അന്വേഷണത്തിൻ്റെ കാര്യം വരുമ്പോഴും അങ്ങനെ തന്നെയാണ്.
ഇവിടെ ഗൂഢാലോചന എന്ന് കേരള കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർ ആരോപിക്കാൻ ശ്രമിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും ഐ ഗ്രൂപ്പിനുമെതിരെയാണോ? അല്ല, തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. KM മാണി പറഞ്ഞതും ഇപ്പോൾ ആന്റണി രാജു പറഞ്ഞതും വളരെ നമുക്കൊരു സംശയമില്ലാതെ. പക്ഷെ അവർക്ക് തുറന്നു പറയാൻ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ മുന്നണിയിൽ നിൽക്കുന്നതുകൊണ്ടുള്ള മുന്നണി മര്യാദ എന്ന് ആന്റണി രാജു പറഞ്ഞു. ആ മുന്നണി മര്യാദയ്ക്ക് അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൈകൾക്ക് വിലങ്ങ് വെച്ചിട്ട് കുറച്ച് നാളായി. കാരണം അവർക്ക് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇവർ കുറ്റം ചെയ്തവരാണ് എന്ന ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിച്ച് നിർത്തിയിരിക്കുന്നു. LDFിൻ്റെ ഭാഗത്തേക്കോ ഇനി വേറെ ഏതെങ്കിലും BJP വിളിച്ചാൽ അവിടേക്കോ പോകാൻ പറ്റാത്ത രൂപത്തിൽ ഒരവസ്ഥയിൽ ഉണ്ടാക്കി തീർത്തു. എന്നിട്ട് ആണ് ഈ പറയുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുന്നണിയിൽ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാവുന്നതാണെന്നൊക്കെ പറയുന്ന കോൺഗ്രസ്സുകാരുടെ നയമുണ്ടല്ലോ. അതിനോട് അവർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. പക്ഷേ ഇപ്പോഴത് തുറന്നടിച്ചാൽ ഇനി ആന്റണി രാജുവോ KM മാണിയോ തുറന്നടിച്ചിട്ട് ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് എന്ന രീതിയിൽ തുറന്നടിച്ചാൽ അവർക്ക് പിന്നെ ആ മുന്നണിയിൽ നിൽക്കാൻ പറ്റില്ല. അത് വളരെ കൃത്യമായ കാര്യമാണല്ലോ. ആന്റണി രാജു ഇപ്പോൾ ഇവിടെ സംസാരിച്ചാലും ആ മാണി ഇന്ന് കോട്ടയത്ത് ഇക്കാര്യം ഇപ്പോൾ തുറന്നടിച്ചാലും പിന്നെ ആ മുന്നണിയിൽ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. പക്ഷെ അവർ പറയാതെ കൃത്യമായി പറയുന്നു. വിശ്വസിക്കാൻ കൊള്ളാവുന്നത് കുഞ്ഞാലിക്കുട്ടിയെ മാത്രമാണ് എന്ന് പറയുമ്പോൾ നമ്പാൻ പറ്റുന്ന ഏക വ്യക്തി UDFിലുള്ളത് കുഞ്ഞാലിക്കുട്ടിയാണെന്ന് പറയുമ്പോൾ വ്യക്തമാണല്ലോ. പ്രധാനപ്പെട്ട 3 ഘടകകക്ഷികളിൽ കേരള കോൺഗ്രസ്സുകാരാണ് ആരോപണം ഉന്നയിക്കുന്നത്. ലീഗിൻ്റെ നേതാക്കന്മാർ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആൾ നല്ല ആളാണെന്ന് പറയുമ്പോൾ മറ്റു പുറത്ത് ഉള്ള ഒരാളെ പോലും കോൺഗ്രസിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിസ്തർക്കമാണ്. തുടരുക ശ്രീ A. സജീവൻ. ഡോക്ടർ TM തോമസ് ഐസക്, രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും VS ശിവകുമാറിനെതിരെയും കൂടി പരസ്യമായ പ്രതികരണം വരുമ്പോഴാണ് ഇവിടെ ബിജു രമേശും SP സുകേശനും ആരോപണ വിധേയരാവുകയും അവർക്കെതിരെ കേസെടുക്കുന്ന, അവർക്കെതിരെ അന്വേഷണം നടക്കുന്ന ഘട്ടം വരികയും ചെയ്തത്. അതൊട്ടും നിഷ്കളങ്കമായി കരുതാനാകില്ല. അതിനോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഉള്ളതായി പറയപ്പെടുന്ന ക്രൈംബ്രാഞ്ചിൻ്റെയും ഇൻ്റലിജൻസിൻ്റെയും റിപ്പോർട്ടുകൾ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയാത്ത വണ്ണം മറച്ചുവെച്ചത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അത് നിഷ്കളങ്കമാണോ? അത് ഈ വിജിലൻസ് സംവിധാനത്തിൻ്റെ നിഷ്പക്ഷതയുമാണോ സൂചിപ്പിക്കപ്പെടുന്നത്? UDFിനുള്ളിലുള്ള ഉപജാപങ്ങൾ അത് അന്ന് തന്നെ തുടക്കം മുതൽ തന്നെ പല രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരുന്നതാണ്. രാഷ്ട്രീയമായിട്ട് വേറെ ഓപ്ഷൻ മാണിക്ക് കൊടുക്കാതെ UDF തളച്ചിടുന്നതിന് ഉമ്മൻചാണ്ടി എടുത്ത ഒരു കരുനീക്കമാണ് ഇത് എന്നായിരുന്നു ആദ്യഘട്ടത്തിലെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടി മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് ആക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നിജസ്ഥിതിയൊക്കെ ആര് വേണമെങ്കിൽ നോക്കട്ടെ. എനിക്ക് 2 കാര്യം പറയാനുള്ളത്. ഒന്ന്, സുകേഷിനെതിരെ കേസെടുക്കുന്നതിന് അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നതിന് എങ്ങനെയാണ് ഈ ശബ്ദരേഖയെ ഉപയോഗപ്പെടുത്താൻ പറ്റുക? കാരണം ഈ വിജിലൻസ് തന്നെ ഈ ശബ്ദരേഖ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ഈ ശബ്ദരേഖ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് ബാബുവിനെതിരായിട്ട് എന്തെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. വിശ്വാസയോഗ്യമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഒന്നാണ്. ഇപ്പൊ ബാബുവിന്റെ കാര്യത്തിൽ തള്ളിക്കളയാം, എന്നാൽ ഇപ്പൊ സുകേഷിനെ ഇൻക്രിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് ഇവിടെ ജേക്കബ് തോമസ് പറഞ്ഞ പോലെ ഇരട്ട തപ്പാണ്. 2, ഇനി എന്തെങ്കിലും ഉപജാപങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവരന്വേഷിച്ച് പുറത്തു പറയട്ടെ. പക്ഷേ അത് KM മാണിയെയോ ബാബുവിനെയോ വിഷ്ണുമാരാക്കുന്നില്ല. ഈ ശബ്ദരേഖയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവർക്കെതിരായിട്ടുള്ള സാക്ഷിമൊഴികൾ കൃത്യമായിട്ട് നിലനിൽക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാണിക്കെതിരായിട്ട് ചാർജ് ഷീറ്റ് വേണം, തുടരന്വേഷണം വേണം എന്ന് ജഡ്ജി പറഞ്ഞത്. ബാബുവിനെതിരായിട്ടുള്ള വിജിലൻസ് ജഡ്ജിയുടെ നിഗമനങ്ങൾ എത്തിച്ചേർന്നത്. അതിലൊന്നും മാറ്റം ഇത് കൊണ്ടുവരുന്നില്ല. ഇതാകെ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ചില ഉപജാപങ്ങൾ അണിയറകൾക്കുള്ളിൽ നടന്നിരുന്നു. പക്ഷെ അതൊന്നും ഈ സാക്ഷിമൊഴികളെ അസാധുവാക്കുന്നില്ല. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഒന്ന്, ഈ ശബ്ദരേഖ വിശ്വാസയോഗ്യമല്ല എന്ന നിലപാടായിരുന്നു വിജിലൻസ് ഡയറക്ടർക്കും അന്വേഷണ സംവിധാനത്തിനും ആകെ. അതുമാത്രമല്ല അതിൻ്റെ പ്രശ്നം, സുകേശൻ്റെ ശബ്ദം ഈ ശബ്ദരേഖയിലില്ല. മറിച്ച് സുകേശനെ കുറിച്ച് ബിജു രമേശ് പറയുന്നതാണ് ഈ ശബ്ദരേഖയിലുള്ളത്. ബിജു രമേശ് സുകേശനെ കുറിച്ച് മാത്രമല്ല
VS ശിവകുമാറിനെക്കുറിച്ചും രമേശ് ചെന്നിത്തലയെക്കുറിച്ചും കൃത്യമായി പണം വാങ്ങിയെന്ന ആരോപണമാണ് ഇതേ ശബ്ദരേഖയിൽ ഉന്നയിക്കുന്നത്. അതിനെ രാജ്കുമാർ ഉണ്ണിയും ധനേഷും അടക്കമുള്ള അവരുടെ നേതാക്കൾ ശരിവെക്കുന്നതും നമ്മൾ ശബ്ദരേഖയായി കേട്ടതാണ്. ഇതേ മാനദണ്ഡപ്രകാരമാണെങ്കിൽ സുകേശനെതിരെ അന്വേഷണം വരുന്നത് പോലെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ശിവകുമാറിനെതിരെയും അന്വേഷണം വരേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു മണ്ടൻ തീരുമാനം ആഭ്യന്തര വകുപ്പ് എടുക്കാൻ എന്താണ് കാരണം എന്ന്. അല്ല, ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ബഹുമാനപ്പെട്ട KM മാണി സാറ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് അത് നിലനിൽക്കുന്നതല്ലെന്നും അതിനെ ഈ വിധത്തിൽ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിച്ചുകൊള്ളുക. കാരണം ഇതിന്റെ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊരു ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബാറ് നഷ്ടപ്പെട്ട മുതലാളിമാരെല്ലാം കൂടിച്ചേർന്ന് കള്ളക്കച്ചവടക്കാരും ഇടതുമുന്നണി നേതാക്കന്മാരും എല്ലാം കൂടിച്ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. അത് മാണി സാറിനെതിരെ മാത്രമല്ല, ബാബുവിനെതിരെയും അവസാനം രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും VS ശിവകുമാറിനെതിരെയും ഈ ഗവൺമെന്റിനെ ആകെ തന്നെ പ്രതിസന്ധിയിലാക്കുക എന്ന വൻ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ ആരോപണങ്ങൾ മാത്രമാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മാണി സാറിനെതിരെയാണ് ആദ്യം ഈ ആരോപണം ഉയർത്തിയത്. ഏതായാലും കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി KM മാണി സാറിനെ വിലക്കിയ നേതാവ് അതാണ് ഈ തോമസ് ഐസക് അല്ലെങ്കിൽ ഇടതുമുന്നണി നേതാക്കന്മാർ. അവരൊക്കെ ഇത്തരമൊരു ഭാഷയിലേക്ക് മാറിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു മഞ്ഞുമലയുടെ അറ്റമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഡോക്ടർ തോമസ് ഐസക്, അങ്ങനെ ഒരു മാറ്റം KM മാണിയുടെ കാര്യത്തിൽ ഉണ്ടോ? പറയുന്നത് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഗൂഢാലോചനകളും തർക്കങ്ങളും ഉണ്ടെങ്കിലും അത് KM മാണിയെ വിശുദ്ധനാക്കുന്നില്ല. KM മാണിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അത് ഈ ശബ്ദരേഖയിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ശബ്ദരേഖ വെച്ചിട്ടല്ല KM മാണിയെ കുറ്റം ചെയ്ത ആളാണെന്ന് സുകേശൻ ചൂണ്ടിക്കാണിച്ചത്. ശരി, വ്യക്തമാണ്. യഥാർത്ഥത്തിൽ സുകേശനെ ഇപ്പോ ഞാൻ എത്തിച്ചേരുന്ന സുകേശന്റെ രണ്ടാമത്തെ റിപ്പോർട്ട് ഈ ശബ്ദരേഖ വെച്ച് അദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മാറ്റിയിട്ടുള്ളതാണെന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെയും സംശയിക്കാം. കാരണം ഒരു യു ടേൺ സുകേശന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നല്ലോ. ശ്രീ ആന്റണി രാജു, ബാർ കോഴ കേസിൽ ഇന്നേ വരെ ഏറ്റവും ഒടുവിൽ സുകേശൻ ഒരു യു ടേൺ വരുത്തി ഒരു അന്തിമ റിപ്പോർട്ട്, അല്ല ഒരു നിമിഷം ഡി, ഞാൻ താങ്കളിലേക്ക് വരാം. അന്തിമ റിപ്പോർട്ട് വിജിലൻസ് കോടതിയിൽ കൊടുക്കുന്നത് വരെ ഉള്ള മലക്കം മറിച്ചലുകൾ നമ്മളെ സംബന്ധിച്ച് ബോധ്യമുണ്ട്. ഇവിടെ രാഷ്ട്രീയം സംസാരിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് ഇങ്ങനെ ഒരു അഴകുഴമ്പൻ നിലപാട്, ഗൂഢാലോചനയുണ്ട്, കിങ് പിൻ ഉണ്ട്, അതൊക്കെ വരട്ടെ നോക്കാം, മുന്നണി മര്യാദ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ നിൽക്കേണ്ട എന്ത് ബാധ്യതയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത്? ഒരു ചതി UDF-നകത്ത് നിഷ്കളങ്കനായ KM മാണിയെ വീഴ്ത്താൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്നു പറഞ്ഞ അന്തസ്സായി ആ മുന്നണി വിട്ടുകൂടെ? അല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തുറന്നു പറഞ്ഞ് മുന്നണി വിട്ടൂടെ എന്നൊക്കെ ചോദിക്കാൻ അഭിലാഷ സമയത്ത് ഒരു വാർത്താ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് വളരെ എളുപ്പത്തിൽ കഴിയും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയമായി നിഗമനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനമെടുക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയമായ നിലപാടെടുക്കുന്നത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ മാത്രം പിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചതിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. കേരള കോൺഗ്രസ് പാർട്ടി സമ്മേളനത്തിൽ ഇപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, ഞങ്ങളുടെ നിഗമനങ്ങൾ ശരിവെക്കുന്ന വിധത്തിൽ ഇപ്പോഴത്തെ ഗൂഢാലോചനയുടെ പുതിയ ചുരുളുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കാര്യങ്ങൾ എവിടേക്ക് പോകുന്നു നോക്കട്ടെ. അല്ല, ഇതിൽ ഗൂഢാലോചനയുടെ ചുരുൾ എന്ന് പറയാൻ ശ്രീ ആന്റണി രാജു, നിങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന സാഹചര്യം ആഭ്യന്തര വകുപ്പിൻ്റെ ചില മൂടിവെക്കലുകൾ മൂലം ഇല്ലാതായി എന്നുള്ളതാണ്. അതിൽ പക്ഷേ ആകെ ഈ കേസിൽ KM മാണിയെ പെടുത്തിയത് ആഭ്യന്തര വകുപ്പാണ് എന്ന് ദ്യോതിപ്പിക്കാനുള്ള വകയില്ല. കൃത്യമായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ ബാർ കോഴ കേസിൻ്റെ പേരിൽ KM മാണിക്ക് രാജിവെച്ച് മാറേണ്ടി വന്നു. എന്നാൽ KM മാണി ഒരു വിശുദ്ധനായിരുന്നു എന്ന് നിങ്ങളുടെ അണികളെ ഇതൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു സമീപനമല്ലാതെ ഇതിനപ്പുറത്ത് എന്താണ് നിങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ സാധിക്കുക? ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഒരു ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കേണ്ടതല്ലോ. അത് കേരള കോൺഗ്രസ് പാർട്ടിയാണ് യോഗം ചേർന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, KM മാണിയുടെ പേരിലുണ്ടായിരുന്ന ആരോപണങ്ങളുടെ പിന്നിൽ എന്തായിരുന്നു അതിൻ്റെ ഗൂഢാലോചന എന്നുള്ളത്, അതിൻ്റെ പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതും
അത് ശരിയാണെന്ന് ശരിവെക്കുന്നതുമാണല്ലോ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഏതായാലും ഇപ്പോൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ. പിന്നെ കൂടുതൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അല്ല, ഇതിൽ ഒരൊറ്റ കാര്യം കൂടി ശ്രീ ആന്റണി രാജു, എ ഗ്രൂപ്പാണ് ഇങ്ങനെ ഒരു ആരോപണത്തിന് പിന്നിൽ കെ എം മാണി മറുകണ്ഠം ചാടുന്നത് തടയാൻ എന്നുള്ള തിയറി ആയിരുന്നു ആദ്യം. ആ തിയറിയെ നിങ്ങൾ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പൂർണ്ണമായും തള്ളുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു തിയറിയായിരുന്നു എന്നുള്ള അഭിലാഷിൻ്റെ അഭിപ്രായം. ഞങ്ങളങ്ങനെ പരസ്യമായ ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം ഇതുവരെ ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. ഇതൊക്കെ മാധ്യമങ്ങൾക്കും നിരീക്ഷകർക്കും അവരുടേതായ നിഗമനങ്ങളിലേക്കും നിരീക്ഷണങ്ങളിലേക്കും എത്തിയാൽ ഞങ്ങൾ അതിനെ തെറ്റാണെന്നോ ശരിയാണെന്നോ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഇതിൽ ഈ കിങ് പിന്നിനെ എപ്പോൾ വെളിപ്പെടുത്തും ശ്രീ ആന്റണി രാജു? നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് കേരളം. കെ എം മാണി പറയുന്നു കൂടെ നിൽക്കുന്ന ആളുകൾ ചതിക്കുകയാണ് എന്ന്. ചതിയന്മാരാണെങ്കിൽ പിന്നെ ചതിയന്മാരുടെ കൂടെ അവരുടെ തോളിൽ കൈയിട്ട് വീണ്ടും കുത്തുകൊള്ളാൻ എന്തിനു പോകണം? എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളുടെ ഈ നിഗമനങ്ങളുടെ അടിസ്ഥാന ഈ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ മാണിസാറിനെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് മാണിസാറാണ് കിങ് പിൻ ആരെന്നുള്ളത് ഞങ്ങൾക്കറിയാമെന്ന് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തിയത്. അദ്ദേഹത്തിന് മാത്രമേ ഈ കാര്യത്തിൽ തുറന്ന് കിങ് പിൻ ആരെന്നും ആ കിങ് പിൻ ആരെന്നുള്ളത് എന്ന് പറയണമെന്നും തീരുമാനിക്കാനും പറയാനും കഴിയുക മാണിസാറിന് മാത്രമാണ്. ശ്രീ ആന്റണി രാജു, ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആക്ഷേപങ്ങൾ ആദ്യം മുതലേ, അതായത് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാനുള്ള തീരുമാനം മുതൽ ഉണ്ടായതാണല്ലോ. അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അത് കൂടി. ഇന്നലെ മാത്രം പുറത്തു വന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് വേറൊരു തലത്തിലേക്കും എത്തി. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ സമീപനം എന്താണ്? ഞങ്ങൾ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഞങ്ങൾ ഒരിക്കലും ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. മറിച്ച് ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ്, പ്രത്യേകിച്ച് അന്വേഷണത്തിന്റെ തലപ്പത്തിരിക്കുന്ന SP സുകേഷിനെ കുറിച്ചാണ് കൃത്യമായി ഞങ്ങൾ ആക്ഷേപം ഉന്നയിച്ചത്. ആ പരാതി ഞങ്ങൾ കൊടുത്തത് ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര മന്ത്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ പരാതി കൊടുക്കേണ്ടിരുന്നത് മുഖ്യമന്ത്രിക്കാണ്. ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങൾക്ക് വ്യക്തമായി കിട്ടിയ ചില സൂചനകളുടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് SP സുകേഷിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിരുന്നതും ആ പരാതി ശരിയാണെന്ന് ഇപ്പോൾ ക്രൈം ബ്രാഞ്ചും വിജിലൻസ് ADGPയും പിന്നെ അവരുടെ റിപ്പോർട്ടിലൂടെ വെളിപ്പെടുത്തുന്നത്. ശരി, ശ്രീ A സജീവൻ, UDFൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? കെ മാണി വളരെ മോശം സാഹചര്യത്തിൽ അഴിമതി ആരോപണ വിധേയനായി രാജിവെച്ച് ഇറങ്ങിപ്പോയ സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക്, ഇതൊരു ഗൂഢാലോചനയായിരുന്നു, ഞങ്ങൾ ചതിച്ചു വീഴ്ത്തപ്പെട്ടവരായിരുന്നു എന്ന് പൊതുസമൂഹത്തോടും പാർട്ടിക്കാരോടും പറയാൻ ഈ അവസരത്തെ കേരള കോൺഗ്രസ് ഉപയോഗിക്കും എന്നതിനപ്പുറത്തുള്ള എന്തെങ്കിലും കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നടക്കും? ഇല്ല, ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം നേരത്തെ തന്നെ കെ എം മാണി മറുകണ്ഠം ചാടുമെന്ന് കണ്ട ആ നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തെ കുരുക്കിയിട്ടതാണ്. അദ്ദേഹം കോഴ വാങ്ങിയില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ ഒരു പ്രശ്നം വെച്ചുകൊണ്ട്, ഒരു പിടിവള്ളി വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കുരുക്കിയിട്ടു. അതാണിപ്പോൾ പറയുന്നത്. ആന്റണി രാജുവും കെ എം മാണിയും മറ്റും പറയുന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ആ മാണി LDFന്റെ പക്ഷത്തേക്ക് മാറിയിട്ട് ഈ ടൈമിൽ തന്നെ മുഖ്യമന്ത്രിയായി പോകും. അദ്ദേഹത്തിൻ്റെ നിയമസഭയുടെ 50-ാം വാർഷികത്തിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിലുള്ള 50-ാം വാർഷികത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതായിപ്പോകുന്ന ഘട്ടത്തിലാണ് ഈ ഒരു ചതി ഉണ്ടായത്. അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പോൾ തുറന്നു പറയാൻ പറ്റില്ല. പറഞ്ഞിട്ട് എവിടെ പോകും? അഭിലാഷ് എത്ര ചോദിച്ചാലും ആന്റണി രാജുവോ കെ എം മാണിയോ മറ്റാരെങ്കിലും പറയില്ല. അവരുടെ കയ്യിലുണ്ട് തെളിവുകളെല്ലാം, പക്ഷേ പറയാൻ പറ്റില്ല. പക്ഷേ അപ്പുറത്ത് ഒരു പച്ചക്കൊടി കിട്ടുന്ന എവിടെയെങ്കിലും ഒരു പച്ചക്കൊടി കിട്ടുന്ന രൂപത്തിലാണെങ്കിൽ, ഇപ്പോൾ തോമസ് ഐസക്ക് കാണിച്ച ചുവപ്പ് കൊടിയാണ്, BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ കാണിക്കുന്നതും ചുവപ്പ് കൊടിയാണ്, BJPയുടെ ദേശീയ നേതൃത്വം മാത്രമാണ് ഇടയ്ക്ക് ഒരു പച്ചക്കൊടി കാണിച്ചു നോക്കിയത്. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അപ്പുറത്തേക്ക് പോകുമായിരുന്നു. അതുകൊണ്ടല്ലേ കെ എം മാണി പറഞ്ഞ് കോട്ടയത്ത് എത്ര പേര് വരുന്നുണ്ട്, മറ്റു മാർഗങ്ങൾ ഇപ്പോൾ മുൻപിലില്ല എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇവിടെ കെ എം മാണി എന്ന വിശുദ്ധനെ എല്ലാവരും ചേർന്ന് ക്രൂശിച്ചു എന്നുള്ളതല്ല. ഒരു കോഴ ആരോപണം വന്നു, മറ്റുള്ളവർക്കെതിരെയും കോഴ ആരോപണമുണ്ട്. ആഭ്യന്തര വകുപ്പ് അത് കുറെ കൂടി ഒതുക്കത്തിൽ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ, അതായത് കെ എം മാണിക്ക് സഹായകരമായ വിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ച കളങ്കം ഇത്രമേൽ ഉണ്ടാകുകയില്ലായിരുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ കേരള കോൺഗ്രസിന്റെ ഗ്രീവൻസ്. അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണല്ലോ. അതുകൊണ്ട്
ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസിനെ എങ്ങനെ സമാധാനിപ്പിക്കാൻ കഴിയും എന്ന് താങ്കൾ കരുതുന്നു? അല്ല, എന്ത് സംഭവിച്ചാലും അതിനെ അവരുടേതായ ഭാഷയിൽ വിശകലനം ചെയ്തുകൊണ്ട് അവരുടേതായ ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ദോഷേക ദൃക്കുകളെ പോലെ അവസാനം ബഹുമാനപ്പെട്ട എ സജീവനും ചില കാര്യങ്ങൾ പറയുന്നതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ, ഇതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു. അതിലാദ്യം വന്നത് കെ എം മാണി സാറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായ ഉറപ്പുണ്ടായിരുന്നു. ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കെ എം മാണി സാർ ഒരു നാൾ കുറ്റവിമുക്തനാകും. അത് അതിൻ്റെതായ നിലയിൽ തന്നെ ആ വിധത്തിൽ തന്നെ ഐക്യമുന്നണി അതിനെ സംബന്ധിച്ച് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ നിയമനീതിന്യായ വ്യവസ്ഥിതിയോടുള്ള കൃത്യമായ ബഹുമാനം അത് നിലനിർത്തിക്കൊണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ ഇടപെടലുകളുമായി സഹകരിക്കുകയായിരുന്നു. ആ സഹകരണത്തിന്റെ പാതയിൽ മുൻപോട്ട് പോകുമ്പോൾ ഉന്നതമായ നീതിപീഠത്തിൽ നിന്നും നീതി ലഭിക്കുമെന്നും ഇതിനിടയിൽ വന്നിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം രാജിവെച്ച് പോകേണ്ടി വന്നത്. അതല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിന്റെ രാജി നിർബന്ധിതമായി ഉണ്ടായതല്ല. മറിച്ച് നിയമനീതിന്യായ സംവിധാനത്തിലുള്ള ഉന്നതമായ ബഹുമാനം അത് നിലനിർത്തുന്നതിന്റെ ഭാഗമായി മാത്രമുണ്ടായതാണ് എന്ന് വിചാരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒരു വിശ്വാസക്കുറവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു അപമാനവും അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്നില്ല. മറിച്ച് ഈ ഗൂഢാലോചനയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മാത്രമല്ല ഈ ഗവൺമെന്റിനെതിരെയുള്ള ഗൂഢാലോചനയായിരുന്നു. ഈ ഗവൺമെന്റിനെതിരെയുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ ജനവിശ്വാസം ഗവൺമെന്റിനെതിരെയുള്ള ഗൂഢാലോചന ഒരു ഗവൺമെന്റ് നിലനിൽക്കുമ്പോൾ എന്തിന് വെച്ചു പൊറുപ്പിക്കണം? എന്തുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊന്നും സ്വീകരിക്കാതിരുന്നത്? ഇവിടെ ചില അന്വേഷണ റിപ്പോർട്ടുകൾ വളരെ നേരത്തെ കിട്ടിയതായി സമ്മതിക്കുന്നുണ്ടല്ലോ തന്നെ എന്ന് മാത്രമല്ല, ശരി, ഇവിടെ കെ എം മാണി അതുപോലെ തന്നെ UDF മന്ത്രിസഭയിലെ മറ്റുള്ളവർ തെറ്റായ ആരോപണം ഉന്നയിച്ച് വേട്ടയാടുകയാണ് എങ്കിൽ എന്തിനാണ് ഈ സർക്കാരിന്റെ കൈവശമുള്ള ഒരു അന്വേഷണ ഏജൻസി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജികളുണ്ടല്ലോ? എന്തുകൊണ്ടാണ് പിന്നെ ഇത്ര നിഷ്കളങ്കമായ മന്ത്രിമാരാണെങ്കിൽ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ CBI അന്വേഷണം വേണ്ട എന്ന നിലപാട് ഹൈക്കോടതിയിൽ എടുക്കുന്നത്? ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ എന്ന നിലപാടെടുക്കാമല്ലോ. അല്ല, നടപടിക്രമങ്ങൾ അനുസരിച്ച് ഇവിടെ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം, അതിന്റെ ഗൗരവം അനുസരിച്ച്. ഇവിടെ ഒരു കാര്യം സത്യമാണ്, ഒക്ടോബർ മാസം 6-ാം തീയതി ഇദ്ദേഹത്തിനെതിരെ SP സുകേഷിനെതിരെ ലഭിക്കുന്ന റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് അദ്ദേഹം വാർത്ത ചോർത്തി നൽകി. അങ്ങനെയുള്ള ആ തരത്തിലുള്ള റിപ്പോർട്ടാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതിന്റെ ഗൗരവം അനുസരിച്ചുള്ള താക്കീത് അദ്ദേഹത്തിന് നൽകി. അതിനുശേഷം വളരെ നിർണായകമായിട്ടുള്ള ഈ തെളിവ് എന്ന് വെച്ചാൽ അദ്ദേഹം ഉൾപ്പെടെ ഇടതുപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് സംശയിപ്പിക്കുന്ന വിധത്തിൽ ഒരു ക്രിമിനൽ കോൺസ്പിരസിയെ സംബന്ധിച്ചുള്ള സംഭാഷണ ശകലങ്ങളാണ് പുറത്തു വന്നത്. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. ബിജു രമേശ് വെല്ലുവിളിച്ചല്ലോ, ആ ഓഡിയോ പുറത്തുവിടാൻ വിട്ടിട്ടില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഓഡിയോയിലുള്ളത് ബിജു രമേശ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബാർ ഉടമകളെ മൊഴി നൽകാൻ പ്രേരിപ്പിക്കുകയാണ്. ഒരു ചാർജ് കൊടുക്കുമെന്ന് സുകേശൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി നൽകാൻ, അല്ലാതെ കള്ളം പറയാനല്ല, മൊഴി നൽകാൻ എൻകറേജ് ചെയ്യുന്നതിനെ എങ്ങനെയാണ് ഒരു ഗൂഢാലോചനയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത്? ഇക്കാര്യത്തിൽ സുകേശൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായി നമുക്ക് യാതൊരു ബോധ്യവുമില്ലല്ലോ, ഒരു വിവരവുമില്ലല്ലോ. ബിജു രമേശ് എന്ന ആൾ അദ്ദേഹത്തിന്റെ സഹ ബാർ ഉടമകളോട് ഇക്കാര്യത്തിൽ ചാർജ് ഇടുമെന്ന് സുകേശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾ ഈ ഗൂഢാലോചന തിയറി വലിയ കെട്ടിടമായി കെട്ടിപ്പൊക്കുന്നത് എന്ന് ആലോചിക്കണം. അല്ല, സ്വാഭാവികമായും ഇവിടെ ആരെങ്കിലും ഈ ബിജു രമേശ് എന്ന് പറയുന്നയാളെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം തന്നെ ബിജു രമേശും ബിജു രാധാകൃഷ്ണനും സരിതയും എല്ലാം പറയുന്നത് വേദവാക്യമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ക്രിമിനൽ കോൺസ്പിരസി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എല്ലാം വിശ്വാസത്തിൽ എടുക്കണ്ടേ? അദ്ദേഹം സുകേശനെ കുറിച്ച് പറയുന്നത് മാത്രം സെലക്റ്റീവായി എന്തിന് വിശ്വാസത്തിൽ എടുക്കണം? ഡീൻ കുര്യാക്കോസ് അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം VS ശിവകുമാറിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം കെ ബാബുവിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം കെ എം മാണിയെ കുറിച്ച് പറഞ്ഞത് എല്ലാം വിശ്വാസത്തിൽ എടുക്കണം. എങ്ങനെയാണ് സുകേശനെ കുറിച്ച് പറഞ്ഞ കാര്യം മാത്രം വിശ്വാസത്തിൽ എടുത്തൊരു അന്വേഷണം? രമേശ് ചെന്നിത്തലയ്ക്കെതിരെ എന്താ അന്വേഷണം ഇല്ലാത്തത്? VS ശിവകുമാറിനെതിരെ എന്താ അന്വേഷണം ഇല്ലാത്തത്? കോഴ വാങ്ങി അപ്പൊ ശാസ്ത്രീയമായ
അല്ല, ഒരു മിനിറ്റ്, എനിക്ക് മറുപടി പറയാൻ സമയം തരണം. അതായത് ബിജു രമേശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട KM മാണി സാർ അദ്ദേഹം കുറ്റവിമുക്തനാകുന്ന വിധത്തിൽ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേവലം CD-യിലെ സംഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ശാസ്ത്രീയമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ കെട്ടിച്ചമച്ചിട്ടുള്ള തെളിവുകളാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ബാബുവിനെതിരായിട്ടുള്ള പറയുന്ന ആരോപണം, അതിനെ സംബന്ധിച്ചും യാതൊരു വിധത്തിലുമുള്ള തെളിവുകൾ, വിശ്വാസയോഗ്യമായ തെളിവുകൾ ലഭ്യമല്ല എന്നതിനെ സംബന്ധിച്ചുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ബിജു രമേശ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ക്രിമിനൽ കോൺസ്പിരസിയുടെ മർമ്മ കേന്ദ്രമായിട്ടുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, അദ്ദേഹത്തിന്റെ ആരോപണം, അതുകൊണ്ട് മാത്രമാണ് അന്വേഷണം നടന്നത്. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്കും VS ശിവകുമാറിനെതിരെയുമുള്ള ആരോപണത്തെ സംബന്ധിച്ച് മറ്റൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഒരു തെളിവുമില്ല. പലതും പറഞ്ഞിട്ടുണ്ട്. ഉന്നയിച്ച വാദം സുകേശിനെതിരെ അന്വേഷണം നടക്കുന്നത്, എന്തന്വേഷണം അദ്ദേഹം പോലും പറയുന്നില്ലല്ലോ. സുകേശിനെതിരെ അന്വേഷണം നടക്കുന്നത് ഇങ്ങനെ ഒരു CD-യിൽ ബിജു രമേശിന്റെ പരാമർശം ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. അതേ മാനദണ്ഡ പ്രകാരമാണെങ്കിൽ അതേ ബിജു രമേശ് പരാമർശിച്ച് മറ്റുള്ളവർക്കെതിരെയും അന്വേഷണം വേണ്ടേ എന്നുള്ളതാണ് ഒരു കൊച്ചു കുഞ്ഞിന് പോലും തോന്നുന്ന സ്വാഭാവികമായ സംശയം. എന്ത് അന്വേഷണമാണ്? അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്? അദ്ദേഹം CD-യിലല്ലോ, അദ്ദേഹം പുറത്ത് പറഞ്ഞല്ലോ എനിക്ക് അതിന്റെ കാര്യത്തിൽ ഒരു തെളിവുമില്ല. അദ്ദേഹം പണം നൽകിയത് ഏതെങ്കിലും സുകേശന്റെ കാര്യത്തിൽ എന്ത് തെളിവാണുള്ളത്? ഇതേ CD-യിലുള്ള പരാമർശത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചേക്കുന്നതിന് വേണ്ടി മാത്രം ഒരു കാര്യത്തിൽ KM മാണി സാറിനെതിരെയും ബാബുവിനെതിരെയും അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ശാസ്ത്രീയമായ പരിശോധനയുടെ വരെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. കോടതിയുടെ മുൻപിലാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കുറെ കൂടി വ്യക്തത വരുമല്ലോ അതിനെ സംബന്ധിച്ച്. അപ്പോൾ ആ ഘട്ടത്തിൽ കൂടുതലായി നമ്മളൊന്നും സംസാരിക്കേണ്ടി വരില്ലല്ലോ. ശരി, അതാണ് ഡോക്ടർ DM തോമസ് ഐസക്. ഇവിടെ അദ്ദേഹത്തിന്റെ ടെലിഫോൺ കട്ടാണ്, അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ A സജീവൻ, ഇവിടെ KM മാണിയെ സംബന്ധിച്ച് മുൻപ് പ്രയാസകരമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ തെളിവില്ല എന്ന ഒരു അന്തിമ റിപ്പോർട്ട് വിജിലൻസ് കോടതിയുടെ മുൻപാകെ ഉള്ളപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ ചില തെളിവുകളുണ്ട് എന്ന SP സുകേശന്റെ ഫാക്ച്വൽ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്താണ് തുടരന്വേഷണം എന്ന ഉത്തരവ് വിജിലൻസ് കോടതി ഇട്ടത്. ആ തുടരന്വേഷണത്തിന് ശേഷം ഇതേ സുകേശൻ അന്തിമ റിപ്പോർട്ട് നൽകുമ്പോൾ അക്കാര്യത്തിൽ KM മാണിക്കെതിരെ ഇക്കാര്യത്തിൽ പ്രതി ചേർത്ത് ഒരു അന്വേഷണത്തിന്, അദ്ദേഹത്തെ കുറ്റപത്രത്തിൽ ചേർത്ത് പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് തെളിവില്ല എന്ന പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഉണ്ടാകുന്നു. അതിപ്പോൾ കോടതിക്ക് മുൻപാകെയുമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇക്കാര്യത്തിൽ തെളിവില്ല എന്ന അന്തിമ നിഗമനത്തിലേക്ക് എത്തുമ്പോൾ ഇനി ബാർ കോഴ കേസിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നില്ല എങ്കിൽ KM മാണിക്ക് ഭയപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ വലിയൊരു പ്രശ്നമുള്ളത് KM മാണിക്ക് ഭയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സുകേശിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് KM മാണിക്ക് ഇതിലൊരു പങ്കുമില്ല എന്ന സുകേശിൻ്റെ രണ്ടാമത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇനി കോടതി തീരുമാനമെടുക്കേണ്ടത്. സുകേശിനെതിരെയാണ്, സുകേശിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന നിലയിലാണ് അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഇതേ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അപ്പോൾ സുകേശിന് ഇപ്പോൾ കൊടുത്ത റിപ്പോർട്ട് പോലും ശരിയല്ല എന്ന രൂപത്തിലുള്ളൊരു സൂചന കോടതിയുടെ മുമ്പാകെ എത്തും. കോടതിക്ക് വേണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് മറ്റൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അതല്ലെങ്കിൽ ഇത് ഇവിടെയും പോരാ, ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചാൽ പോരാ, CBI അന്വേഷണത്തിൽ ആവശ്യം വന്നിട്ടുണ്ട്. ഈ ബാർക്കോഴ കേസിൽ CBI അന്വേഷണം ഇവിടെ വിജിലൻസ് കോടതിയുടെ മുമ്പാകെ ആവശ്യത്തിൽ വന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന രീതിയിൽ KM മാണിയെ ഏതാണ്ട് കുറ്റവിമുക്തനാക്കിയത് അതേ രീതിയിൽ അങ്ങ് പോകുന്നതിന് പകരം ഈ സുകേശിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊരു സൂചന കോടതിയുടെ മുമ്പാകെ കൊടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ കോടതിക്ക് വീണ്ടും മാണിക്കേറെ ഒരു പുനരന്വേഷണം കൂടി വേണം. മറ്റൊരു കുറെ കൂടി വിശ്വസ്തനായ കോടതിയുടെ മേൽനോട്ടത്തിൽ ഉള്ളൊരു അന്വേഷണം വേണം എന്നൊരു നിഗമനത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. അത് മാണിക്ക് കുരുക്കായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി എന്താണ് തീരുമാനിക്കുക എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും ഇങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, ഇന്ന് DGP ജേക്കബ് തോമസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുള്ള പ്രതികാര നടപടികൾ വന്നാൽ അത് പോലീസിൻ്റെ ആത്മവീര്യത്തെ ബാധിക്കും എന്നാണ്. ഇത് സേനയെ ആകെ ബാധിക്കുന്ന വിഷയമാണല്ലോ. സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ക്രൂശിക്കപ്പെടുന്നു. അതും എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് സംവിധാനത്തിന് മാത്രമല്ല ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ട് താനും.
അല്ല, അദ്ദേഹത്തിന്റെ വാദഗതി രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, സേനയുടെ മനോവീര്യം തകരും, മറ്റൊന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. രണ്ടും തെറ്റാണ്. കാരണം സേനയുടെ മനോവീര്യം കുറയുകയല്ല. ഇനി അത് ഇപ്പൊ SP സുകേശനെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി അതല്ല അദ്ദേഹം കുറ്റക്കാരനാണ് എന്നൊന്നും കണ്ടെത്തിയിട്ടൊന്നുമില്ല. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്താൽ അതിനെതിരെ കൃത്യമായ കറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഉണ്ടാകേണ്ടതാണ്. അത് സേനയുടെ മനോവീര്യം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോ അദ്ദേഹം ഒരു ശാസനയ്ക്ക് വിധേയനായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഉദ്യോഗസ്ഥന്മാരും അവരുടെ സർവീസ് കാലഘട്ടത്തിൽ നിരവധിയാർന്ന ഡിപ്പാർട്ട്മെന്റ് തല എൻക്വയറിക്ക് നടപടികൾക്ക് ഒക്കെ തന്നെ വിധേയരായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ട് എന്ന് വരികിൽ മാത്രമേ, അങ്ങനെയുള്ള കറക്റ്റീവ് സ്റ്റെപ്സ് യഥാസമയം യഥാവിധി എടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ സേനയുടെ മനോവീര്യം നിലനിർത്താനാവൂ. അപ്പോൾ ഈ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ട് എങ്കിൽ അത് സേനയുടെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതി എന്ത് ബാലിശമായ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. കോടതിയുടെ മുൻപിൽ വരുന്ന ഒരു കേസ്, അതിനെ സംബന്ധിച്ച് പരിശോധന നടത്തി ശരിയും തെറ്റും അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കുക എന്നതിനപ്പുറത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഒരു സംശയം വരുമ്പോൾ അതിനെ സംബന്ധിച്ച് എൻക്വയറി നടത്താൻ ഗവൺമെന്റിന് അധികാരമില്ല എന്ന് വരികിൽ അതിനെ സംബന്ധിച്ച് ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് വാദഗതികളും ഇന്ന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന് അതിനുള്ള അർഹതയുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ധാർമ്മികത തന്നെ ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പർവ്വതീകരിച്ച് മഹത്വവൽക്കരിച്ച് മാധ്യമങ്ങളിലടക്കം വലിയ അവതാര പുരുഷന്മാരാക്കി അവതരിപ്പിക്കുന്നതിന്റെ ദുരനുഭവമാണ് ഇന്ന് കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട് എന്ന് സുകേശൻ പറഞ്ഞിരുന്നു. അത് അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞതല്ല, അദ്ദേഹം അത് ചിത്രീകരിക്കുന്നുണ്ട് എന്നറിയാതെ ഒരു മാധ്യമത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞു പോയതാണ്. അത്തരത്തിലുള്ള അതികഠിനമായ സംഘർഷം ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ വളരെ വലിയ സമ്മർദ്ദം ഞാൻ നേരിട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് വാളിൽ കുറിച്ചതും നമുക്ക് ഓർമ്മിക്കാം. ബാർക്കോഴ കേസ് KM മാണിയും K ബാബുവും കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയിലേക്കും ശിവകുമാറിലേക്കും എത്തുമ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ഒരു നടപടി നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് കൗതുകകരമാണോ? ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ചൊരു അന്വേഷണം നടക്കുന്നു, ബാക്കി എന്താണ് എന്നുള്ളത് നമുക്കിപ്പോൾ പ്രവചിക്കുക അസാധ്യമാണ്. പക്ഷേ ബാർക്കോഴയിൽ ആകെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ ഈ ഗൂഢാലോചനാ സിദ്ധാന്തം കൊണ്ട് തടുത്തു നിർത്താൻ സാധിക്കുമോ രാഷ്ട്രീയമായി? ബാർക്കോഴ കേസിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞതുമായ കാര്യങ്ങൾ, ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതുമായ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നുകൂടി ഞാൻ അഭിലാഷ് പറഞ്ഞതിനെ ഒന്നുകൂടി ചേർക്കാം. ഇവിടെ വിൻസൻ എം പോൾ, വിജിലൻസ് ഡയറക്ടറായിരുന്ന വിൻസൻ എം പോൾ പോലും പറഞ്ഞിരുന്നല്ലോ, അതികഠിനമായുള്ള സമ്മർദ്ദമാണ് താൻ ഉൾപ്പെടെയുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ നേരിടുന്നതെന്ന് ഈ കാര്യത്തെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്ത് സംസാരിച്ചാണ്, പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് വളരെ കടുത്ത സമ്മർദ്ദം ഈ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഉണ്ടാക്കിയിരുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ സുകേഷിനെതിരെ ഒരു അന്വേഷണം വന്നിട്ടുള്ളത്? സുകേഷിനെതിരെ അന്വേഷണം വരുമ്പോൾ നേരത്തെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹം പറഞ്ഞ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഈ സുകേഷിനെ പോലുള്ള ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം, നടപടിയെടുക്കണം, അദ്ദേഹത്തെ പുറത്താക്കണമെങ്കിൽ പുറത്താക്കാം. പക്ഷേ ഇവിടെ DGP പോലും പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ഈ കേസുകളുടെ മുഴുവൻ അട്ടിമറി നടത്തിയെന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്തുകൊണ്ട് DGP തുറന്ന് പറഞ്ഞിട്ട് പോലും എന്ത് നടപടിയെടുത്തു? ഒരാൾക്കെതിരെ നടപടി, ഇതാണ് ഇരട്ടത്താപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുള്ളത്. ഒരാൾക്കെതിരെ നടപടി വരുന്നു, വേറൊരാൾക്കെതിരെ ആരോ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ, സുകേഷിൻ്റെ പേര് മറ്റൊരാൾ പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ നടപടിയിലേക്ക് വരുന്നു. ഈ ഒരു പ്രശ്നമുണ്ട്. ഇതുകൊണ്ടാണ് സുകേശൻ പറഞ്ഞത് കോടതിയാണ് ഈ കാര്യത്തിൽ പറയേണ്ടത്. സുകേശൻ കൊടുത്ത റിപ്പോർട്ടും ഈ സുകേശൻ അന്വേഷിച്ച കാര്യങ്ങളും വെച്ച് കോടതിയുടെ മുമ്പാകെ കാര്യങ്ങൾ വരാൻ പോവുകയാണ്. അതിനിടയിൽ അവിടെ കോടതിയിൽ സർക്കാരിന് പറയാം ഇയാൾ മോശക്കാരനാണ്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഇയാൾ ഉദ്യോഗസ്ഥനായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പറയണം ഇയാൾക്കെതിരെ നടപടി വേണമെന്ന് പറയാം. അപ്പോൾ കുറേ കൂടി വിശ്വസനീയതയുണ്ട്. ഇപ്പോൾ തങ്ങൾക്കെതിരെ നീക്കം നടത്തി എന്ന ഒരു ആരോപണം ഉണ്ടായിരിക്കെ ആ ഉദ്യോഗസ്ഥനെതിരെ ഒരുപക്ഷെ സത്യസന്ധമായിരിക്കാം, സുകേശൻ മോശക്കാരനായിരിക്കാം, എന്നാൽ പോലും ആളുകളിൽ സംശയം ജനിപ്പിക്കാവുന്ന കാര്യമാണ്. ശരി, അതാണ് ശ്രീ ഡീൻ കുര്യാക്കോസ്. കേരളത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് നിലനിൽപ്പില്ല. ഇത് പറഞ്ഞത് മുൻപ് ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബാണ് ഈ കഴിഞ്ഞ ദിവസം സോളാർ ജുഡീഷ്യൽ കമ്മീഷൻ മുൻപാകെ.
സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള DGP ആണ് പറഞ്ഞത് IG ജോസ് ആണ് സോളാർ കമ്മീഷനിൽ എത്തേണ്ടിയിരുന്ന അല്ലെങ്കിൽ മറ്റ് അന്വേഷണ സംവിധാനങ്ങൾക്ക് മുൻപിൽ എത്തേണ്ടിയിരുന്ന ഫോൺ റെക്കോർഡുകൾ നശിപ്പിച്ചത് എന്ന്. ഇങ്ങനെ ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ നടപടി നേരിടാതെ തുടരുകയാണ്. ഇവിടെ ഭരണ സംവിധാനത്തെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്താൻ കെൽപ്പുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് യാതൊരു വിലയും യാതൊരു നിലനിൽപ്പും ഉണ്ടാവുകയില്ല എന്നുള്ള സന്ദേശമല്ലേ ആത്യന്തികമായി ഇത് നൽകുക? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏറ്റവും വലിയ എന്താ പറയുക സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തിനെതിരെ ലോകായുക്തയുടെ മുൻപിൽ വന്നിട്ടുള്ള പൊതുതാൽപര്യ ഹർജി അനുസരിച്ച് 5 ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ 5 ആക്ഷേപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ വിജിലൻസ് ഡയറക്ടറെയും അതുപോലെ പോർട്ട് ഡയറക്ടറെയും ഉൾപ്പെടെ ലോകായുക്ത വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ഒരു നോട്ടീസ് അയച്ചു. അദ്ദേഹം KTDFCയുടെ MD ആയിരിക്കുമ്പോൾ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പോയി ജോലി ചെയ്ത് ശമ്പളം വാങ്ങി എന്ന ആരോപണത്തിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണത്തിന് വേണ്ടി ഒരു നോട്ടീസ് അയച്ചപ്പോൾ മറുപടി പോലും കൊടുക്കാൻ ഈ ജേക്കബ് തോമസിന് പറ്റുന്നില്ല. അപ്പൊ ഇതാണല്ലോ ഇവിടെ സത്യസന്ധത. ഇങ്ങനെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് എന്ന് പർവ്വതീകരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് നേരെ ഉയരുന്ന ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളുമായി വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായി നടപടിയെടുക്കാനുള്ള എല്ലാ പ്രൊവിഷനുമുണ്ട്. അത് കൃത്യമായി നടപ്പിലാക്കണം. ഇപ്പൊ സോളാർ കേസുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ജുഡീഷ്യൽ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഈ വസ്തുതകളെല്ലാം ഉണ്ട്. അപ്പോൾ അന്തിമമായി തെളിവ് നശിപ്പിക്കപ്പെട്ടോ, തെളിവിന് ആരെങ്കിലും കൃത്രിമമായി കെട്ടിച്ചമച്ചോ എന്നൊക്കെ അഭിപ്രായം പറയേണ്ടത് സോളാർ കമ്മീഷനാണ്. അതല്ലാതെ നമ്മളല്ലോ ജഡ്ജ്മെന്റ് നടത്തേണ്ടത്. അപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥന്മാരെ പർവ്വതീകരിക്കുവാനും മഹത്വവൽക്കരിക്കുവാനും വേണ്ടി ആരെല്ലാം ശ്രമിച്ചിട്ടുണ്ടോ ആ ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കുഴപ്പക്കാരെന്ന് ഇവിടെ ജേക്കബ് തോമസിന്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. ശരി, അതാണ് ഇക്കാര്യത്തിലെ UDFന്റെയും കോൺഗ്രസിന്റെയും പ്രതിരോധം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ ആന്റണി രാജു, ശ്രീ TM തോമസ് ഐസക്, ശ്രീ A സജീവൻ. ഇന്ന് ബാർ കോഴക്കേസിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന വിധത്തിൽ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ KM മാണി നടത്തിയിരിക്കുന്നു. അത് രാഷ്ട്രീയത്തിൽ പലരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും നമ്മളെ കെട്ടിപ്പുണരുന്നവർ തന്നെ അതേസമയം കുതികാലിൽ ചവിട്ടുന്നു എന്നുള്ളതും ആണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി.